നമസ്കാരം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുവാൻ ഇനി കേവലം ഒരാഴ്ച മാത്രമാണ് ബാക്കി നിൽക്കുന്നത് എന്നാണ് അറിയിപ്പ് വരുന്നത്. മാർച്ച് 15-ാം തീയതിക്കകം തന്നെ, അല്ലെങ്കിൽ 15-ാം തീയതിയെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകും. ഏപ്രിൽ പകുതിയോടുകൂടി തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ബംഗാളിലെ SIR പൂർത്തിയാകത്തതിന്റെ പേരിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നീളുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിനിടെ കേരളത്തിലെ രാഷ്ട്രീയ ഗതിവിഗതികൾ വഴിമാറി ഒഴുകുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നു. കേരളത്തിലെ പ്രബല മുന്നണികളായ കോൺഗ്രസും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJPയുമെല്ലാം അവരവരുടെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതിലുള്ള തിരക്കിലാണ്. പലയിടങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായിട്ടില്ല എന്നുണ്ടെങ്കിലും പലരും ചുമരെഴുത്തു തുടങ്ങി പ്രചരണവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് ആകട്ടെ 50 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് പൂർത്തീകരിച്ച മട്ടിൽ തന്നെയാണ്. 50 ഇടങ്ങളിലെങ്കിലും സിറ്റിംഗ് MLAമാർ മത്സരിക്കട്ടെ എന്ന് തന്നെയാണ് തീരുമാനമായിരിക്കുന്നത്. ഇതിൽ പാലക്കാടും തൃപ്പൂണിത്തുറയും ഒഴിവാക്കി നിർത്തിയിരിക്കുന്നു. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിൽ നിന്നും അയോഗ്യത കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നതിനാൽ പാലക്കാട് മറ്റൊരു സ്ഥാനാർത്ഥി വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പാലക്കാടിലെ സിറ്റിംഗ് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിന് കൂടി താല്പര്യമുള്ള ഏതെങ്കിലും സ്ഥാനാർത്ഥികളായിരിക്കും പാലക്കാട് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. K മുരളീധരനെ പാലക്കാട് നിർദ്ദേശിച്ചിരുന്നു എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് താല്പര്യമില്ലാത്തതിന്റെ പേരിൽ K മുരളീധരൻ പാലക്കാട് മത്സരിക്കില്ല. വട്ടിയൂർക്കാവിലും മുരളീധരൻ മത്സരിക്കില്ല. മറ്റേതെങ്കിലും മണ്ഡലത്തിലായിരിക്കും മുരളീധരൻ ജനവിധി തേടുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃപ്പൂണിത്തുറയിൽ K ബാബു ഇനി മത്സരിക്കുന്നില്ല. സമ്പൂർണ്ണ രാഷ്ട്രീയം വിടുന്നു. പ്രചരണ രാഷ്ട്രീയ രംഗത്ത് നിന്നും, അല്ലെങ്കിൽ അധികാര രാഷ്ട്രീയത്തിൽ നിന്നും, മത്സര രാഷ്ട്രീയത്തിൽ നിന്നും K ബാബു മാറി നിൽക്കുന്നു എന്നാണ് ആദ്യമേ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ വേറൊരു സ്ഥാനാർത്ഥിയായിരിക്കും മത്സരിക്കുക കോൺഗ്രസിന് വേണ്ടി. എന്നാൽ അത് K ബാബു നിർദ്ദേശിക്കുന്ന ആരെങ്കിലും ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ രമേഷ് പിഷാരടി UDFന്റെ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് നേരത്തെ അറിയാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ തൃപ്പൂണിത്തുറ പോലുള്ള ഒരു മണ്ഡലത്തിൽ ജാതി മത സമവാക്യങ്ങൾ പരിഗണിക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ഈഴവ സ്ഥാനാർത്ഥിയെ ആയിരിക്കണം UDFന്റെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കേണ്ടത് എന്നുള്ള അഭിപ്രായം വന്നതിനാൽ പാലക്കാട്ട് മത്സരിക്കുന്നതിന് വേണ്ടി രമേഷ് പിഷാരടിയെ മാറ്റുകയായിരുന്നു. പാലക്കാടായാലും തൃപ്പൂണിത്തുറയായാലും രമേഷ് പിഷാരടി മത്സരിക്കുവാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പിഷാരടി പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ പാലക്കാട് സിറ്റിംഗ് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനും താല്പര്യക്കുറവ് ഇല്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇതിനിടയിൽ CPMൽ വലിയ അടിയൊഴുക്കുകൾ തന്നെ നടക്കുന്നു എന്നാണ് പറയാൻ കഴിയുക. അതായത് CPMന്റെ ഉറച്ച മണ്ഡലമായ CPM സുനിശ്ചിതമായി ജയിക്കും എന്നുള്ള ഉറപ്പുള്ള ഇടങ്ങളിലെല്ലാം തന്നെ പിണറായി വിജയന് താല്പര്യമുള്ള, പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ മാത്രമാണ് നിർത്തുന്നത്. CPMന് ജയപരാജയ സാധ്യതകൾ നിർണ്ണയിക്കാൻ കഴിയാത്ത ഇടങ്ങളിലാവട്ടെ പിണറായിക്ക് താല്പര്യമില്ലാത്ത ആളുകളെയും നിർദ്ദേശിക്കുന്നതായാണ് കണ്ടുവരുന്നത്. KK ശൈലജയെ മട്ടന്നൂരിൽ നിന്നും മാറ്റി പേരാവൂരിലേക്ക് മത്സരിക്കാൻ വിട്ടതും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയെത്തിയ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു, വിജയി തന്നെയായിരുന്നു KK ശൈലജ ടീച്ചർ. ഏതാണ്ട് 62,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അന്ന് KK ശൈലജ നിയമസഭയിലേക്ക് എത്തിയത്. പിണറായി വിജയന് പോലും 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ ഒരു വേള ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയായി പോലും KK ശൈലജയെ പലരും ഉയർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഇടതുപക്ഷത്തിന് ഏതെങ്കിലും കാരണവശാൽ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ KK ശൈലജയായിരിക്കും ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി എന്നൊരു പ്രചരണം നടക്കുന്നുണ്ട്. ഇത് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞ പിണറായി വിജയൻ KK ശൈലജയെ വെട്ടുക, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KK ശൈലജയെ തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് KK ശൈലജയുടെ ഉറച്ച മണ്ഡലമായ മട്ടന്നൂരിൽ നിന്നും ഇപ്പോൾ പേരാവൂരിലേക്ക് KK ശൈലജയെ മാറ്റിയിരിക്കുന്നത്. എന്നാൽ തനിക്ക് മട്ടന്നൂരിൽ തന്നെ മത്സരിക്കണമെന്നും പേരാവൂരിൽ താൻ നേരത്തെ മത്സരിച്ചിട്ടുള്ളതാണെന്നും ശൈലജ പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ ചൂണ്ടിക്കാണിച്ചെങ്കിലും പാർട്ടി ശൈലജയ്ക്ക് വേണ്ടി താല്പര്യം കാണിച്ചില്ല. മത്സരിക്കുന്നു എങ്കിൽ പേരാവൂരിൽ മത്സരിക്കാം എന്നാണ് ശൈലജയ്ക്ക് കൊടുത്ത നിർദ്ദേശം. പേരാവൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് ഒരിക്കൽ ഏറ്റുമുട്ടി ശൈലജ തോറ്റതാണ്. സണ്ണി ജോസഫ് ഹാട്രിക്ക് നേടുന്നതിന് വേണ്ടി ഇപ്പോഴും പേരാവൂരിൽ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ KK ശൈലജയെ പേരാവൂരിൽ മത്സരിപ്പിച്ച് തോൽപ്പിച്ച് ഈ രംഗത്ത് നിന്നും മാറ്റി നിർത്തുവാനാണ് പിണറായി വിജയന്റെ
താല്പര്യം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ കെ ശൈലജയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ കരുക്കൾ നീക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. തളിപ്പറമ്പ് പോലെ CPM-ന്റെ ഉറച്ച മണ്ഡലത്തിൽ MP ഗോവിന്ദൻ, പാർട്ടി സ്ഥാനാർത്ഥിയായ MP ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെയാണ് നിർത്തിയിരിക്കുന്നത്. പിണറായി വിജയന് താല്പര്യമുള്ള ആളുകളെ CPM-ന്റെ ഉറച്ച സീറ്റുകളിൽ നിർത്തുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് PK ശ്യാമളയ്ക്ക് തളിപ്പറമ്പ് സീറ്റ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയാൻ കഴിയുന്ന വസ്തുത. എന്നാൽ ഇപ്പോൾ KK ശൈലജയെ മട്ടന്നൂരിൽ നേരത്തെ MP ആക്കി നിർത്തി തോൽപ്പിച്ചതുപോലെ തന്നെ സ്പീക്കർ ഷംസീറിനെയും തലശ്ശേരിയിൽ നിന്നും മാറ്റി പകരം ഷംസീറിനെ വെട്ടിമാറ്റി അവിടെ മുഖ്യമന്ത്രിയുടെ ഒത്താശക്കാരനായ P ശശിക്ക് മത്സരിക്കുവാൻ വേണ്ടി അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും വലിയ വാർത്ത. അടുത്ത ഒരു നിയമസഭാ മത്സരത്തിൽ ഒരുപക്ഷെ പ്രായാധിക്യം കൊണ്ട് P ശശിക്ക് മത്സരിക്കാൻ സാധിച്ചേക്കില്ല. അതുകൊണ്ട് ഷംസീറിനെ ഇക്കുറി തലശ്ശേരിയിൽ മത്സരിപ്പിക്കാതെ പിണറായി വിജയന്റെ ഒത്താശക്കാരനായ പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന പിണറായി വിജയന്റെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന P ശശിയെ ഇക്കുറി തലശ്ശേരിയിൽ നിന്നും മത്സരിപ്പിക്കാനാണ് പിണറായി വിജയൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തലശ്ശേരിയിൽ നിന്നും ഷംസീറിനെ മാറ്റുവാനാണ് CPM-ന്റെ താല്പര്യം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതിനിടെ നിർണായകമായ മറ്റു ചില വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. അതായത് ആറന്മുളയിൽ മത്സരിക്കുന്നതിന് വേണ്ടി വീണ ജോർജ് തന്നെയായിരിക്കും CPM സ്ഥാനാർത്ഥിയായി നിർത്തുക. വീണ ജോർജിന്റെ കുടുംബക്കാരുടെ പരാതി ഉണ്ടെങ്കിലും, അതായത് വീണ ജോർജിന്റെ ഭർത്താവ് നേരത്തെ തന്നെ CPM എന്ന പാർട്ടിയിൽ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു വീണ ജോർജിനെ ഇനി മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ളത്. എന്നാൽ പത്തനംതിട്ടയിൽ ആറന്മുളയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്ന വീണ ജോർജിനെ തന്നെ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ ജാതിമത സമവാക്യങ്ങൾ പരിഗണിക്കുമ്പോൾ CPM-ന് അവിടെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് വീണ ജോർജിനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കുവാൻ പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നു. എങ്കിൽ ആറന്മുളയിൽ വീണ ജോർജിനെതിരെ ഏത് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ തലവേദനയുണ്ടാക്കുന്ന കാര്യം. ഓർത്തഡോക്സ് സഭാ വിഭാഗം അംഗമായ യൂത്ത് കോൺഗ്രസ് നേതാവായ അബിൻ വർക്കിയെ വീണ ജോർജിനെതിരെ മത്സരിപ്പിക്കുന്നതിനാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ ചില ആളുകൾക്ക് താല്പര്യം. എന്നാൽ അബിൻ വർക്കി മത്സരിക്കുന്നതിനോട് രാഹുൽ മാങ്കൂട്ടത്തിന് ഒട്ടും താല്പര്യമില്ല. മാത്രമല്ല അബിൻ വർക്കി ആറന്മുളയിൽ മത്സരിക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ റിബൽ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കും എന്ന് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പകരം ഈ അടുത്തിടെ CPM-ൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിയ ശ്രീനാദേവി കുഞ്ഞമ്മയെ അവിടെ മത്സരിപ്പിക്കണം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലുള്ള ഒരു വനിത വീണ ജോർജിനെതിരെ മത്സരിക്കുമ്പോൾ രണ്ട് വനിതകൾ തമ്മിൽ മത്സരിക്കുന്ന ഈ അംഗത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് ജയിക്കാൻ സാധിക്കും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം ചില അടിയൊഴുക്കുകൾ നടക്കുമ്പോഴാണ് ഇപ്പോൾ നിർണായകമായ മറ്റൊരു തീരുമാനം അല്ലെങ്കിൽ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലമായ, അതായത് തിരുവായിക്ക് എതിർവായില്ലാത്ത രീതിയിൽ ഏക ഛത്രാധിപതിയായി ധർമ്മടത്ത് നിന്ന് ജയിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ധർമ്മടത്ത് നിന്ന് മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് കോൺഗ്രസിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM-നെയും ഒരുപോലെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു എന്നാണ് പറയാൻ കഴിയുക. നിയമസഭയ്ക്ക് അകത്തും നിയമസഭയ്ക്ക് പുറത്തും പിണറായി വിജയന്റെ മുഖത്തു നോക്കി വിരൽ ചൂണ്ടി മിസ്റ്റർ പിണറായി വിജയൻ എന്ന് ചോദിച്ചുകൊണ്ട് CPM-ന്റെ നയവൈകല്യങ്ങളെ ധൈര്യപൂർവ്വം നട്ടെല്ലുയർത്തി നിന്നും പിണറായി വിജയന്റെ മുഖത്തു നോക്കി പ്രതികരിച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ധർമ്മടത്ത് പിണറായി വിജയന്റെ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ പിണറായി വിജയന് വിജയം അത്ര സുനിശ്ചിതമായിരിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതികൾ ഉയർത്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തകർക്കുന്നതിന് ചുക്കാൻ പിടിച്ച പിണറായി വിജയന് കൃത്യമായ ഒരു മത്സരം കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പണി കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ധർമ്മടത്തിൽ മത്സരിക്കുവാൻ ഒരുങ്ങുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസുകാരുടെ വോട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് നേടാൻ സാധിക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ പിണറായി വിജയന്റെ മത്സരം അത്ര സുഗമമായിരിക്കില്ല, എളുപ്പമായിരിക്കില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാർച്ച് 15-ാം തീയതിയോട് കൂടി ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ ഗതിവിഗതികൾ വഴിമാറി ഒഴുകുന്നു. വൻപിച്ച ട്വിസ്റ്റുകൾ ഓരോ ദിവസം ചെല്ലുന്തോറും രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നു. എന്താണ് ഇനിയും രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന പുതിയ
സംഭവ വികാസങ്ങൾ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.